ശിവഗിരി എച്ച് റേഡിയോ സാസദസനിത പനിത മഗ മഗരിസ സാസദസനിത പനിത മഗ മഗരിസ ശിവഗിരി എച്ച് റേഡിയോ. ആ വരുന്നത് ആരാന്ന് കണ്ടോ? ദൂണ്ട വരുന്നത് ഓണത്തപ്പൻ കുടവയറൻ. ഓണത്തപ്പൻ കുടവയറൻ. എല്ലാവർക്കും ശിവഗിരി എച്ച് റേഡിയോയുടെ ഓണാശംസകൾ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് ശില്പ, അനോന, സിദ്ധു. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ: ടൂറിസ്റ്റുകൾക്കും വാതിൽ തുറന്ന് ബഹിരാകാശം. മടക്കം ശ്രുതിയെ ഏകയാക്കി. വൈദ്യുതി നിരക്ക് വർധന നീക്കം. അണപൊട്ടി ജനരോക്ഷം. കേരളത്തിന് രണ്ടാം ജയം. 7 പെൺകുട്ടികൾ. പാലാക്കാരൻ ജിൻസൺ ഓസ്ട്രേലിയൻ മന്ത്രി. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. ടൂറിസ്റ്റുകൾക്കും വാതിൽ തുറന്ന് ബഹിരാകാശം. ചരിത്രത്തിലാദ്യമായി ബഹിരാകാശത്തിന്റെ ശൂന്യതയിൽ ചുവടുവെച്ച് സിവിലിയൻ സഞ്ചാരികൾ. സ്പേസ് എക്സിന്റെ പൊളാരിസ് ഡോൺ ദൗത്യത്തിലെ ജെറേഡ് ഐസ്കമാൻ, സാറ ഗില്ലിസ് എന്നിവരാണ് ഭൂമിയിൽ നിന്ന് 700 കിലോമീറ്റർ അകലെ ബഹിരാകാശത്ത് നടന്ന സ്പേസ് വാക്ക് ചരിത്രം കുറിച്ചത്. ചൊവ്വാഴ്ചയാണ് ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് ഫാൽക്കൺ 9 റോക്കറ്റിൽ പേടകം വിക്ഷേപിച്ചത്. 5 ദിവസത്തെ ദൗത്യത്തിന് ശേഷം പേടകം അറ്റ്ലാന്റിക് സമുദ്രത്തിലോ മെക്സിക്കോ ഉൾക്കടലിലോ ലാൻഡ് ചെയ്യും. മടക്കം ശ്രുതിയെ ഏകയാക്കി. ശ്രുതിയുടെ രക്ഷിതാക്കളെയും സഹോദരിയെയും മുണ്ടക്കൈ ഉരുൾപൊട്ടൽ കവർന്നെടുത്തപ്പോൾ താങ്ങും തണലുമായി കൂടെ നിന്നത് പ്രതിശ്രുത വരൻ ജെൻസൺ ആയിരുന്നു. ചൊവ്വാഴ്ച വൈകിട്ടുണ്ടായ വാഹന അപകടമാണ് ശ്രുതിയിൽ നിന്ന് ജെൻസനെ എന്നേക്കുമായി കവർന്നത്. അപകടത്തിൽ ശ്രുതിയുടെ കാലിന് പരിക്കേറ്റു. ശ്രുതിയുടെ അച്ഛൻ ശിവണ്ണൻ, അമ്മ സബിത, അനുജത്തി ശ്രേയ എന്നിവർ ഉരുൾപൊട്ടലിൽ മരിച്ചിരുന്നു. അപകട ദിവസം കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ജോലിക്ക് പോയതിനാൽ വീട്ടിലുണ്ടായിരുന്നില്ല. അടുത്ത ദിവസം പുലർച്ചെ മേപ്പാടിയിൽ എത്തിയിരുന്നു. ശ്രുതിയെ ചേർത്ത് പിടിച്ച് ജെൻസനും ഉണ്ടായിരുന്നു. ഈ കരുതലാണ് അപകടത്തെ തുടർന്ന് നഷ്ടമായത്. കുടുംബം പൂർണ്ണമായും നഷ്ടമായപ്പോൾ താങ്ങും തണലുമായി ജെൻസൺ ഒപ്പം നിന്നു. പകൽ സമയം ദുരിതാശ്വാസ ക്യാമ്പിൽ ഒപ്പമുണ്ടായിരുന്നു. രാത്രി പുറത്ത് കാർ നിർത്തിയിട്ട് അതിലായിരുന്നു കിടത്തം. പുലർന്നതോടെ വീണ്ടും ശ്രുതിയുടെ അരികിലേക്ക് ഓടിയെത്തും. കഴിഞ്ഞ ജൂണിലായിരുന്നു ഇവരുടെ വിവാഹ നിശ്ചയം. ഡിസംബറിൽ വിവാഹം നടത്താനായിരുന്നു ഇരു വീട്ടുകാരുടെയും തീരുമാനം. അതിനിടയിലാണ് ദുരന്തമെത്തിയത്. 1 വർഷത്തിനു ശേഷം വിവാഹം നടത്താനായിരുന്നു ജെൻസന്റെയും വീട്ടുകാരുടെയും തീരുമാനം. മാധ്യമങ്ങളിൽ ഇവരെക്കുറിച്ച് വാർത്തകളും വന്നിരുന്നു. ബിസിനസ്സുകാരനായ ജെൻസന് ശ്രുതിയുമായി 10 വർഷത്തെ പരിചയമുണ്ട്. ബന്ധുക്കളുടെ അനുവാദത്തോടെ ഇരുവരും മതേതര വിവാഹത്തിന് തീരുമാനിക്കുകയായിരുന്നു. വൈദ്യുതി നിരക്ക് വർധന നീക്കം. അണപൊട്ടി ജനരോക്ഷം. വൈദ്യുതി നിരക്ക് കൂട്ടാനുള്ള നടപടികളുടെ ഭാഗമായി വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ നടത്തിയ അവസാന തെളിവെടുപ്പിലും ഉയർന്നത് കടുത്ത ജനരോക്ഷം. KSEBയുടെ കെട്ടുകാര്യസ്ഥതയുടെയും ധൂർത്തിന്റെയും ഫലമായുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത തീർക്കാൻ ഞങ്ങളുടെ മേൽ അമിത ഭാരം ചുമത്തുന്നു എന്ന് ജനങ്ങൾ ചൂണ്ടിക്കാട്ടി. അതല്ലെന്ന് ബോധ്യപ്പെടുത്താനുള്ള KSEBയുടെ ശ്രമം ബഹളത്തിൽ മുങ്ങി. ജനങ്ങളെ നിയന്ത്രിക്കാൻ KSEB ജീവനക്കാർ രംഗത്തെത്തിയതോടെ ബഹളം കൂടി. റെഗുലേറ്ററി കമ്മീഷൻ ജീവനക്കാരും പോലീസും പരിശ്രമിച്ചാണ് തെളിവെടുപ്പ് സുഗമമായി തുടരാൻ സാഹചര്യമുണ്ടാക്കിയത്. കേരളത്തിന് രണ്ടാം ജയം. പെൺകുട്ടികളുടെ ദേശീയ സബ് ജൂനിയർ ഫുട്ബോളിൽ കേരളത്തിന് രണ്ടാം ജയം. ഗോവയെ 3 ഗോളിന് തോൽപ്പിച്ചു. സി ആദി കൃഷ്ണ, MK വാണിശ്രീ, KR ശ്രാവന്തി എന്നിവർ ഗോളടിച്ചു. ആദ്യ കളിയിൽ ജമ്മു കാശ്മീരിനെ 12 ഗോളിന് തോൽപ്പിച്ചിരുന്നു. 6 പോയിന്റുമായി ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്താണ്. നാളെ ഛത്തീസ്ഗഡുമായാണ് കളി. 7 പെൺകുട്ടികൾ. കേരളയിൽ ചരിത്രം കുറിച്ച് SFI. കേരള സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തിരഞ്ഞെടുപ്പിൽ ചരിത്രം കുറിച്ച് SFI. 7 ജനറൽ സീറ്റിലും പെൺകുട്ടികളെ മത്സര രംഗത്തിറക്കി ഉജ്ജ്വല വിജയം കൊയ്തു. കേരള സർവകലാശാല യൂണിയന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് യൂണിയന്റെ ഭാരവാഹിത്വത്തിലേക്ക് വിദ്യാർത്ഥിനികളെ മാത്രം മത്സരിപ്പിച്ച് വിജയിപ്പിക്കുന്നത്. സ്റ്റുഡൻസ് കൗൺസിലിൽ 10-ൽ 8ഉം
എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ 15-ൽ 13 സീറ്റ് SFI നേടി. അക്കൗണ്ട്സ് കമ്മിറ്റിയിലെ മുഴുവൻ സീറ്റും നേടി. ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരിച്ച എസ് സുമി കൊല്ലം SN കോളേജ് 116 വോട്ടിനാണ് ജയിച്ചത്. KSU സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് വെറും 39 വോട്ട് മാത്രം. ജനറൽ സെക്രട്ടറി അമിതാഭ് ബാബുവിന് വഴുതക്കാട് ഗവൺമെന്റ് വനിതാ കോളേജ് 120 വോട്ട് ലഭിച്ചു. N അബ്സൽന തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ്, ആതിര പ്രേംകുമാർ ആലപ്പുഴ SD കോളേജ്, നന്ദന S കുമാർ തിരുവനന്തപുരം വാഴിച്ചാൽ ഇമാനുവൽ കോളേജ് എന്നിവർ വൈസ് ചെയർപേഴ്സൺമാരായും S അനന്യ നങ്ങ്യാർ കുളങ്ങര TKMM കോളേജ്, അഞ്ജനാദാസ് കൊല്ലം TKM കോളേജ് എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരായും തിരഞ്ഞെടുക്കപ്പെട്ടു. 2018-ൽ കാലടി സംസ്കൃത സർവകലാശാല വിദ്യാർത്ഥി യൂണിയനിലും SFI സമാന വിജയം നേടിയിരുന്നു. പെരും നുണകൾക്കെതിരെ സമരമാവുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് SFI തിരഞ്ഞെടുപ്പ് നേരിട്ടത്. വിജയത്തിനായി പ്രവർത്തിച്ചവരെ SFI സംസ്ഥാന പ്രസിഡന്റ് K അനുശ്രീയും സെക്രട്ടറി PM ആർഷോയും അഭിവാദ്യം ചെയ്തു. പാലാക്കാരൻ ജിൻസൺ ഓസ്ട്രേലിയൻ മന്ത്രി. ഓസ്ട്രേലിയയിൽ മന്ത്രിയാകുന്ന ആദ്യ ഇന്ത്യക്കാരനായി പാല മൂന്നിലവ് സ്വദേശി ജിൻസൺ ആൻഡോ ചാൾസ്. ആൻഡോ ആന്റണി MP-യുടെ സഹോദരൻ ചാൾസിന്റെ മൂത്ത മകനാണ്. നോർത്തേൺ ടെറിട്ടറി സ്റ്റേറ്റിലെ സാൻഡേഴ്സൺ മണ്ഡലത്തിൽ നിന്ന് ലിബറൽ പാർട്ടി ടിക്കറ്റിലാണ് വിജയിച്ചത്. ലേബർ പാർട്ടി പ്രതിനിധിയും മുൻ ആഭ്യന്തര മന്ത്രിയുമായ കേറ്റ് വേർഡിനെയാണ് പരാജയപ്പെടുത്തിയത്. കായികം, കല, സംസ്കാരം, യുവജനക്ഷേമം വകുപ്പുകളാണ് ലഭിച്ചത്. 2011-ൽ നെസ്സായാണ് ജിൻസൺ ഓസ്ട്രേലിയയിൽ എത്തിയത്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. ടൂറിസ്റ്റുകൾക്കും വാതിൽ തുറന്ന് ബഹിരാകാശം. മടക്കം ശ്രുതിയെ ഏകയാക്കി. വൈദ്യുതി നിരക്ക് വർധന നീക്കം. അണപൊട്ടി ജനരോക്ഷം. കേരളത്തിന് 2ാം ജയം. 7 പെൺകുട്ടികൾ. പാലാക്കാരൻ ജിൻസൺ ഓസ്ട്രേലിയൻ മന്ത്രി. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. പോയ വാരത്തിലെ വിജയി 9ാം ക്ലാസ് B ഡിവിഷനിലെ ശില്പ. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. ആരുടെ ജന്മദിനമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത്? സർവേപ്പള്ളി രാധാകൃഷ്ണൻ. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. ഓസ്ട്രേലിയൻ മന്ത്രിയാകുന്ന ആദ്യ ഇന്ത്യക്കാരൻ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. ഉത്രാടപ്പൂനിലാവേ വാ, മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ വാ വാ. ഉത്രാടപ്പൂനിലാവേ വാ, മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ വാ വാ. ഉത്രാടപ്പൂനിലാവേ വാ. മാന്യ ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇന്ന് ഈ ഉത്രാട ദിനത്തിൽ നിങ്ങളോടൊപ്പം രൂപശ്രീ. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തുന്നാർക്കുമുട്ടില്ലതാനും. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തൊന്നാർക്കുമുട്ടില്ലതാനും. മലയാളിയുടെ പ്രതീക്ഷയും സ്മരണയും വിളിച്ചോതുന്ന നമ്മുടെയും ഐശ്വര്യത്തിന്റെയും പൊന്നോണം ഇത്തവണയും കേരളക്കരയിൽ പൊന്നോണം പാട്ടുകളുമായി ആഘോഷത്തോടെ എത്തിച്ചേർന്നിരിക്കുന്നു. പൂപ്പൊലിപ്പാട്ടും
കൂടെയുമേന്തിയ കുഞ്ഞുങ്ങൾ പുലിക്കളിക്കാരും വേട്ടക്കാരും കൊയ്തൊഴിഞ്ഞ പാടങ്ങളും വിളവെടുത്ത തോട്ടങ്ങളും ഒക്കെയായി കേരളക്കലയാകെ ഓണാഘോഷത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. നാട്ടുപൂതുമ്പികൾ പാട്ടുമായി എത്തുന്നു, നാട്ടിലും വീട്ടിലും ഓണം വന്നേ. അവണിപ്പൂവുകളായിരം ഓർമ്മകൾ ആ വഴി വഴി പൂത്തു നിന്നേ. ഓണം വന്നേ, തിരുവോണം വന്നേ, ഓർമ്മതൻ പൂമണം പൂത്തു നിന്നേ. ഓണം വന്നേ, തിരുവോണം വന്നേ, ഓർമ്മതൻ പൂമണം പൂത്തു നിന്നേ. കർക്കിടകം ചാലിക്കേറി തേവിയ വെള്ളപ്പാച്ചിലിന് ചിങ്ങം സമൃദ്ധിയാക്കി മാറ്റുന്ന മലയാളികൾ സ്നേഹവും സഹവർത്തിത്വവും ഉദ്ഘോഷിച്ചുകൊണ്ട് അദൃശ്യനായി കടന്നുവരുന്ന മാവേലി തമ്പുരാനെ വരവേൽക്കുകയാണ് ഈ പാരമ്പര്യ മഹിമയെ. പഴയ തലമുറ പുതിയ തലമുറയെ നന്മയുടെ പാഠങ്ങൾ പഠിപ്പിക്കുവാനും ഈ വേള വിനിയോഗിക്കുന്നു. ഓണം വന്നല്ലോ, ഞാലിത്തല്ലോ, കോടിയുടുത്തല്ലോ, ഉണ്ണിച്ചാടി മണിഞ്ഞല്ലോ. കൂട്ടുകാരെ വരുന്നില്ലേ വീട്ടിലിരുന്നാലോ, സന്ധ്യ മയങ്ങുമ്പേ ഉണ്ണിപ്പന്തു കളിക്കണ്ടേ. ഓണം വന്നല്ലോ, ഞാലിത്തല്ലോ, കോടിയുടുത്തല്ലോ, ഉണ്ണിച്ചാടി മറിഞ്ഞല്ലോ. കൂട്ടുകാരെ വരുന്നില്ലേ വീട്ടിലിരുന്നാലോ, സന്ധ്യ മയങ്ങുമ്പേ ഉണ്ണിപ്പന്ത് കളിക്കണ്ടേ. സന്ധ്യ മയങ്ങുമ്പേ ഉണ്ണിപ്പന്ത് കളിക്കണ്ടേ. ക്ഷമിക്കുവാനും പൊറുക്കുവാനും ഉള്ളത് പങ്കുവെക്കുവാനും ഉത്സാഹം നിലനിർത്തുവാനും മുതിർന്നവരെ വണങ്ങുവാനും എല്ലാം ഈ ഉത്സവം നമ്മെ ശീലിപ്പിക്കുന്നു. പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ, നിന്നെ തഴുകാനായി കുളിർക്കാറ്റിൻ കുഞ്ഞിക്കൈകൾ. ഓണവില്ലില്ലു ഞാലാടും മണ്ണാട്ടിക്കിളയെ, നിന്നെ പുൽകാനായി കൊതിയും മാറിക്കാവും. അതിലുപരി പ്രകൃതിയെ ജീവിത മൂല്യങ്ങളുമായി ചേർത്തു വെക്കുവാനും ഓരോ ഓണവും നമ്മെ പഠിപ്പിക്കുന്നു. പ്രകൃതിയെ അമ്മയായി കണ്ട് ആരാധിക്കുവാനും പ്രകൃതി തരുന്ന എളിമയോടെ സ്വീകരിക്കുവാനും നമ്മെ പഠിപ്പിക്കുന്നു. മാവേലി നാടു വാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം. ആപത്തൊന്നാർക്കുമുട്ടില്ലതാനും. കാലം മാറി, ഓണവും മാറി. ഇന്നത്തെ ഓണം കമ്പോളത്തിന്റെ വിറ്റുവരവിന്റെ ഓണവുമായിരിക്കുന്നു. മഴയുടെയും കൃഷിയുടെയും പച്ചപ്പിന്റെയും നനവാർന്ന ഐശ്വര്യത്തിന്റെയും പശ്ചാത്തലത്തിലായിരുന്നു പണ്ടത്തെ ഓണം. തിരുവാവണിരാവ്, മനസാകെ നിലാവ്, മലയാള ചുണ്ട് മലരോളപ്പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ, മാവേലി തമ്പ്രാന്റെ വരവായ ചൊല്ല്. തിരുവാവണിരാവ്, മനസാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോളപ്പാട്ട്. പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവേ, പൂവേ പൊലി പൂവേ പൂവേ. മലയാളി എവിടെയായിരുന്നാലും അവിടെയെല്ലാം ഓണാഘോഷങ്ങളുണ്ട്, ഓണസദ്യയുണ്ട്, ഓണക്കോടിയുണ്ട്, ഓണക്കളികളുണ്ട്. ഓണം ഇല്ലാത്ത മലയാളി മനസ്സില്ല. നമുക്കും ഒത്തൊരുമയുടെയും നന്മയുടെയും നിറവിന്റേതുമായ ഓണത്തിന്റെ ഭാഗമാകാം. എല്ലാവർക്കും ശിവഗിരി HS റേഡിയോയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ആർപ്പോയ് ഇറോ ഇറോ ഇറോ, ആപ്പോയ് ഇറോ ഇറോ ഇറോ. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ.